കുടിയിറക്കപ്പെടുന്ന മനുഷ്യരെ ഓർത്തുകൊണ്ട് ഒരു കവിത. ജാതി വിളിച്ചു പറഞ്ഞ് ആഘോഷമാക്കുന്ന ഈ കാലത്ത്, ജാതി പ്രഖ്യാപിച്ച് തങ്ങളുടെ വലിപ്പം വ്യക്തമാക്കുന്ന ഇക്കാലത്ത്, വിവേചനത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കണക്കുകൾ നമുക്ക് മുന്നിലേക്ക് നിരത്തിക്കൊണ്ട് ഒരല്പം വേദന നമുക്ക് തന്നുകൊണ്ട് പോകുന്ന വരികളാണ് ഈ കവിതയിലൂടെ നീളമുള്ളത്. നമ്മുടെ കണ്ണ് നനയിക്കാൻ ഇത്ര മതി. സജീവൻ പ്രദീപൻ എഴുതിയ വീട്. പണ്ട് ഏതെങ്കിലും സ്കൂളിൻ്റെ ഏതെങ്കിലും ക്ലാസ് മുറിക്കുള്ളിൽ ഉണ്ണിമായ, സരസ്വതി, ഭദ്ര ഇതിലേതെങ്കിലും പേരുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരിക്കും. വിജയൻ, ചന്ദ്രൻ, പുഷ്പാകരൻ ഇതിലേതെങ്കിലും പേരുള്ള ഒരാൺകുട്ടിയും. പെൺകുട്ടി വീട് എന്ന് പറയുമ്പോഴേക്കും ആൺകുട്ടി ഓലമിടയാനും വെള്ളത്തിലിട്ട കൊതുമ്പ് കീറി വള്ളി ഉണ്ടാക്കാനും തുടങ്ങും. അവൾ അയ്യേ എന്ന് പറഞ്ഞ് ഓടുമയഞ്ഞ 8 മുറികളുള്ള അവളുടെ വീട്ടിലേക്ക് ഓടിക്കയറും. അവൻ പാളമുറി, ചെറുതകിട് ഇവ ഓലയ്ക്കുള്ളിൽ തിരികെ അവൻ്റെ വീടിൻ്റെ ചോർച്ച തടയാൻ വൃഥാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവിയൽ, സാമ്പാർ, രസം, തോരൻ അവളുടെ വീടിൻ്റെ അടുക്കള എണ്ണമൂക്കുന്ന മണത്താൽ മുഖരിതമാകും. അവൻ ഒരു കിഴക്കൻ മുളകും 2 കല്ലുപ്പും ഇളം വാളംപുളിയും പച്ചയ്ക്ക് കടിച്ച് ഇത്തിരി കഞ്ഞി കുടിക്കും. മഴക്കാലത്ത് പെൺകുട്ടി അവളുടെ വീടിനെ മുൻബെഞ്ചിലിരുത്തും. ആൺകുട്ടി അവൻ്റെ വീടിനെ ക്ലാസ് മുറിക്ക് പുറത്ത് നിർത്തും. അവളുടെ വീടിന് നീലമുക്കിയ കുപ്പായം, കഞ്ഞിപ്പശയുടെ മണം. അവൻ്റെ വീട് നനഞ്ഞ മുണ്ട് ചുറ്റിയതിൻ്റെ വയറുവേദനയാൽ ഞെരിപിരി കൊള്ളും. പണ്ട് ഏതെങ്കിലും സ്കൂളിൻ്റെ ഏതെങ്കിലും ക്ലാസ് മുറിക്കുള്ളിലെ ഒരാൺകുട്ടിയുടെ വീട് പെൺകുട്ടിയുടെ വീടിനെ നോക്കി ചിരിച്ചിരിക്കാം. അന്ന് പെൺകുട്ടിയുടെ അച്ഛൻ മുൻകാല ദേഷ്യത്തോടുകൂടി തറ, ചെറ്റ, ചാള എന്നിങ്ങനെ ആൺകുട്ടിയുടെ വീടിനെ നോക്കി അലറിയിരുന്നിരിക്കണം. അന്തരീക്ഷത്തിൽ ഭാഷയുടെ ഉച്ഛിഷ്ടം പോലെ അവൻ്റെ വീട് ചിതറിപ്പോയിട്ടുണ്ടാവാം. പിന്നീട് ആ പെൺകുട്ടി വലുതാവുകയും കവിത എഴുതുകയും ചെയ്തപ്പോൾ വസതി, ഭവനം, നാലുകെട്ട് എന്നിങ്ങനെ അവളുടെ വീടിനെ മാറ്റി 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 എഴുതിയിരുന്നിരിക്കണം. ആൺകുട്ടിയും മുതിർന്നിരിക്കാം, കവിത എഴുതിയിരുന്നിരിക്കാം. അവൻ്റെ വീട് ഇന്ദിരാ ആവാസ് യോജന, ജനകീയ ആസൂത്രണ പദ്ധതി, ബ്ലോക്ക് പഞ്ചായത്ത് ധനസഹായം, EMS ഭവന നിർമ്മാണം എന്നിങ്ങനെ മങ്ങിയും മാഞ്ഞും മഞ്ഞയിൽ തന്നെ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ വീട് ഇന്ദിരാ ആവാസ് യോജന, ജനകീയ ആസൂത്രണ പദ്ധതി, ബ്ലോക്ക് പഞ്ചായത്ത് ധനസഹായം, EMS ഭവന നിർമ്മാണം എന്നിങ്ങനെ മങ്ങിയും മാഞ്ഞും മഞ്ഞയിൽ തന്നെ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുന്നവൻ്റെ വേദന, അല്ലെങ്കിൽ കൂരയില്ലാതാവുന്നവൻ്റെ, കുടിയിറക്കപ്പെടുന്നവൻ്റെ വേദന സവർണ ആഘോഷങ്ങൾക്ക് മനസ്സിലാവില്ല തന്നെ.